ഹായ്, പ്ലെൻറ്റി ഓഫ് നോളജ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഹിന്ദി സ്വരാക്ഷരങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഊ വരെയാണ് പഠിച്ചത്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. ആ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് കാണാം. കാരണം ഇത് ഋ തൊട്ടാണ് തുടങ്ങുന്നത്. സ്വരാക്ഷരങ്ങളിലെ അടുത്ത അക്ഷരം ഋ ആണ്. മലയാളത്തിൽ ഋ എഴുതാൻ ബുദ്ധിമുട്ടുള്ള പോലെ തന്നെ ഹിന്ദിയിലും ഋ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഋ എഴുതാൻ വേണ്ടി ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. അതിൻ്റെ ഇപ്പുറത്തുനിന്ന് ചെറിയ കർവുള്ള ലൈൻ, എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈൻ താഴെ മുട്ടുണ്ട് കേട്ടോ. ആ സ്ട്രെയിറ്റ് ലൈൻ തന്നെ നേരെ പോകുന്ന രീതിയിൽ ഒരു വര വരച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിൽ വരയിടുക. എങ്ങനെയാണ്? ഒരു സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഒരു ചെറിയ കർവായിട്ട് ഒരു ചെറിയൊരു അങ്ങനത്തെ ലൈൻ, പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ അതിൽ നിന്ന് പോകുന്ന പോലെ ഒരു അരിവാളൊക്കെ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടോ? ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക, ഒരു ചെറിയ കർവുള്ളൊരു ലൈൻ വരച്ചു, ഒരു സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ അതിൽ നിന്ന് തന്നെ പോകുന്ന രീതിയിലൊരു ലൈൻ വരച്ചിട്ട് ഇതേപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. അപ്പോൾ ഋ ആയി. ഇത് കുറേ തവണ എഴുതി നോക്കിയാൽ ഇതങ്ങ് മനസ്സിലാവും. പിന്നെ ഋ നമ്മൾ അധികമായിട്ടൊന്നും ഉപയോഗിക്കുന്ന അക്ഷരമല്ലല്ലോ, എങ്കിലും ഇത് പഠിക്കണ്ടേ. ഇനി അടുത്തത് എ ആണ്. ആദ്യമേ ഞാൻ പറയാം, ഹിന്ദിയിൽ എ എഴുതാനും എ എഴുതാനും ഒരേ അക്ഷരം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് എ എഴുതാം. ഒരു ചെറിയ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക, വളച്ചു കൊടുക്കുക, അതുപോലെ ഇപ്പുറത്തൊരു ചെറിയ വര വരയ്ക്കുക. എങ്ങനെയാണ്? ഒരു ചെറിയ സ്റ്റാൻഡിങ് ലൈൻ, എന്നിട്ട് വളച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തൊരു ചെറിയ ലൈൻ വരച്ചിട്ടൊന്ന് വളച്ചാൽ മതി. ചെറിയ സ്റ്റാൻഡിങ് ലൈൻ വളയ്ക്കുക, അതേപോലെ തന്നെ ഒരു ചെറിയ സ്റ്റാൻഡിങ് ലൈൻ വളയ്ക്കുക. ഈ രണ്ടാമത് വരയ്ക്കുന്ന ലൈന് ഇതിന് മുട്ടണ്ട കേട്ടോ. മുട്ടാണ്ട് തൊട്ടടുത്തായാലും മതി, മുട്ടേണ്ട ആവശ്യമില്ലേ. മലയാളത്തിൽ അടുത്ത അക്ഷരം എ ആണ് അല്ലേ? എ. പക്ഷേ ഇതിൽ ഹിന്ദിയിൽ അതില്ല. അടുത്ത അക്ഷരം ഐ ആണ്. എയ്ക്കും ഈ നമ്മളിപ്പോൾ പഠിച്ച അക്ഷരമാണ് ഉപയോഗിക്കുക. അടുത്തത് ഐ എങ്ങനെ എഴുതാൻ നോക്കാം. ഐ എഴുതാൻ എളുപ്പമാണ് കേട്ടോ. എ എഴുതുക, എന്നിട്ട് മുകളിൽ ചരിഞ്ഞൊരു വര വരയ്ക്കുക. എങ്ങനെയാണ്? എ എഴുതിയിട്ട് മുകളിൽ ചരിഞ്ഞൊരു വര വരയ്ക്കുക. അടുത്ത അക്ഷരം ഓ ആണ്. ആ എഴുതാൻ അറിയുന്നവർക്ക് വളരെ സിമ്പിളാണ് കേട്ടോ. ഓ എഴുതാൻ ആദ്യം ആ എഴുതുക, എന്നിട്ടൊരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. ആ എഴുതി സ്റ്റാൻഡിങ് ലൈൻ വരച്ചാൽ എന്താണ്? ആ. എന്നിട്ടോ മുകളിലൊരു ചരിഞ്ഞ വര വരയ്ക്കുക. എങ്ങനെയാണ്? ആന്ന് എഴുതുക, ആ. ആ എഴുതിയിട്ട് സൈഡിൽ സ്റ്റാൻഡിങ് ലൈൻ വരച്ചാൽ ആ ആയി. പിന്നെയോ മുകളിലൊരു ചരിഞ്ഞ ലൈൻ വരയ്ക്കുക. അത് ഈ സ്റ്റാൻഡിങ് ലൈനോടാണ് ചേരേണ്ടത് കേട്ടോ. ഹിന്ദിയിൽ ഓ എഴുതാനും ഓ എഴുതാനും ഈ ലെറ്ററാണ് കേട്ടോ ഉപയോഗിക്കുക. ഇനി അടുത്ത അക്ഷരം ഔ ആണ് ഹിന്ദിയിൽ വരിക. ഓ എന്നുള്ള അക്ഷരമില്ല. രണ്ടിനും ഇത് തന്നെ ഉപയോഗിക്കുക. ഓയ്ക്കും ഇത് തന്നെ ഉപയോഗിക്കുക, ഓയ്ക്കും ഇത് തന്നെ ഉപയോഗിക്കുക. അടുത്ത അക്ഷരം ഔ ആണ്. അപ്പോൾ ഓ കഴിഞ്ഞിട്ട് ഓ എന്നുള്ള ഹിന്ദി അക്ഷരമില്ല കേട്ടോ. എല്ലാവർക്കും ഉള്ള സംശയമാണ്. ഇപ്പോൾ അതൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. ഔ എഴുതാൻ വേണ്ടി ആദ്യം ഓ എഴുതുക. ഓ എങ്ങനെ എഴുതുക? ആ എഴുതിയിട്ട് ചെരിഞ്ഞൊരു ലൈൻ വരയ്ക്കുക അല്ലേ. അതിൻ്റെ കൂടെ ഒരു ലൈനും കൂടെ ചെരിഞ്ഞ് വരച്ചിട്ടുണ്ടെങ്കിൽ ഔ ആയി. മുകളിൽ രണ്ട് ചെരിഞ്ഞ വര. ഓ എഴുതി അതിൻ്റെ കൂടെ ഒരു ചെരിഞ്ഞ വരയും കൂടെ. അതിലൂടെ സ്റ്റാൻഡിങ് ലൈനോട് മുട്ടിച്ചുകൊണ്ടാണ് എഴുതാൻ കേട്ടോ. ഇതാണ് ഔ. ഇനി അടുത്ത അക്ഷരം എന്തായിരിക്കും? ഔ, അം,
ആ അല്ലേ? ആണ് അടുത്തത്. ഇതും വളരെ സിമ്പിളാണ്. ആ എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ എഴുതേണ്ടതെന്ന്. ആ എഴുതുക, എന്നിട്ട് മുകളിലൊരു കുത്തിടുക. ഇതാണ് അപ്പോൾ ആ എഴുതി മുകളിലൊരു കുത്തിട്ടാൽ ആയി. ആ എഴുതുക, മുകളിലൊരു കുത്തിടുക, ഇനി അടുത്തത് ഹിന്ദിയിലാണെങ്കിൽ എന്ന് പറയും. അപ്പോൾ ആ എഴുതിയിട്ട് സൈഡിൽ 2 കുത്തിടുക. അപ്പോൾ എന്തായി? ആയി. ആ എഴുതി സൈഡിൽ 2 കുത്ത്. സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞു. ഇത് എല്ലാവരും നന്നായി എഴുതി പഠിക്കുക. ഇനി വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കേണ്ടത്. അത് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.